Hi friends, once again welcome back to T Blog 6 Vargas from Mavelikara. ഇന്ന് ഈ ബ്ലോഗ് അല്ലെങ്കിൽ എന്തോ ഈ വീഡിയോ ബ്ലോഗ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ഒരുപാട് വിഷമമുണ്ട് എനിക്ക്. കാരണം ഒരുപാട് അടുത്ത് പോയി ഞാൻ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ട് ഇത്രയ്ക്ക് മോശം അനുഭവം കിട്ടിയ ഒരു എക്സ്പീരിയൻസ്, ഒരു എന്താ പറയുക എക്സ്പീരിയൻസ്. പക്ഷേ ഞാൻ ഇന്ന് സൂപ്പർമാൻ കാണാൻ വേണ്ടി കാനത്തിലോട്ട് പോയി. കാനം എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് അടുത്തുള്ള തിയേറ്റർ. അവിടെ സംഭവം പടം റിലീസില്ലായിരുന്നു. 150 രൂപ ടിക്കറ്റ് ചാർജ്, 30 രൂപ പിന്നെ എന്തിൻ്റെയായിരുന്നു 3Dയുടെ ചാർജ്. പക്ഷെ അവർ പ്രൊവൈഡ് ചെയ്ത ഗ്ലാസ് കാണാം നമുക്ക്. ഇല്ല, പണ്ടത്തെ മാഡിയൽ കുട്ടിച്ചാൽ തന്നെ അതുപോലത്തെ ഉള്ള ഇതൊക്കെ വെക്കുന്ന ഈ മറ്റേ പേപ്പർ ഗ്ലാസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്ത്. ഓക്കെ, പേപ്പർ ഗ്ലാസ് എങ്കിൽ പേപ്പർ ഗ്ലാസ് നല്ല ഔട്ട് കിട്ടുവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇനി ഞാൻ വെച്ചു അകത്തോട്ട് കയറി ഒരു സീറ്റിൽ നിന്നു. അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കറക്റ്റ് സീറ്റിൽ ഇരിക്കണമെന്നില്ലായിരുന്നു. അപ്പോൾ സീറ്റിൽ ഇരുന്നപ്പോഴത്തേക്കും നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഔട്ട് കിട്ടുന്നില്ല. അതായത് ഈ പണ്ടൊക്കെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ പണ്ടൊക്കെ പള്ളിപ്പെരുന്നാളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉത്സവത്തിനൊക്കെ വരുമ്പം ഈ പണ്ട് 3D സംഭവങ്ങളൊക്കെ കാണിക്കുന്ന ചെറിയൊരു തിയേറ്റർ വരും ഉത്സവങ്ങൾക്ക് വേണ്ടി. അപ്പം അന്ന് കൊടുത്തിരുന്ന ഗ്ലാസ്സാണ് ഇത്. അതായത് വെക്കുമ്പോൾ ഒരുമാതിരി ചിലയിടത്തൊക്കെ എന്ന് പറഞ്ഞാൽ റെഡ് ഷെയ്ഡൊക്കെ വീഴും. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇത് ഞാൻ അവിടെ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞപ്പം അവർ എന്നെ ഒരുമാതിരി എന്താ പറയുക എന്നെ മഫാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിച്ചത്. അത് എന്താ അവിടുത്തെ മാനേജർമാരുടെ അടുത്ത് അങ്ങനെ സംസാരിച്ചു. പിന്നീട് ഏകദേശം 2-3 തവണകളും പോയി. പിന്നെ 3ാമത്തെ തവണയാണ് അവിടുത്തെ തിയേറ്റർ ഓണറിനെ ഞാൻ കാണുന്നത്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നീടാണെങ്കിൽ ഈ ഗ്ലാസ് മാറ്റിയിട്ട് മറ്റേ സൺ ഗ്ലാസ് പോലത്തെ ഉള്ള 3D ഗ്ലാസ് ഉണ്ട്. അതെനിക്ക് തന്നപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, ഏകദേശം നല്ലൊരു. പക്ഷെ ഞാൻ അർത്ഥമാക്കുന്ന ഞാൻ ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ ഇവർക്ക് നല്ലൊരു 3D അല്ലെങ്കിൽ നല്ലൊരു 3D എക്സ്പീരിയൻസ് നൽകാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് 2D ഫിലിംസ് എന്തെങ്കിലും കിട്ടുകൂടെ? ഞാൻ അതാണ് ചിന്തിച്ചത്. നല്ലൊരു 3D നമുക്ക് പ്രേക്ഷകന് നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ 2D ഫിലിംസ് എന്തെല്ലാം ഉണ്ട്. ഇപ്പം മലയാളത്തിൽ തന്നെ എന്തെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ സൂപ്പർമാൻ്റെ തന്നെ 2D ഫിലിംസ് ഉണ്ട്. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇട്ടൂടെ? ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ എന്നെ വളരെ എന്താ പറയുക, എന്നെ അവരെന്താ പറഞ്ഞാൽ ഞാൻ അവരുടെ അതിന് പൈസ കൊടുത്ത് ഏതാണ്ട് വാങ്ങിച്ചു എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ സംസാരം. പക്ഷേ ആ തിയേറ്ററിനോട് കുഴപ്പമില്ല, അദ്ദേഹം നല്ല മാനുമേലുള്ള ഒരു വ്യക്തിയാണ്. അപ്പം എൻ്റെ കംപ്ലൈൻറ്റ് കേട്ടപ്പം എനിക്ക് പിന്നീട് മറ്റേ ആ ഗ്ലാസ് തന്നു. വേറൊരു ഗ്ലാസ് ഉണ്ടായിരുന്നു തിയേറ്റർ മറ്റേ കൂളിംഗ് ഗ്ലാസ് പോലത്തുള്ള ഇത്. അപ്പം എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ 3D എക്സ്പീരിയൻസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പോകുകയാണെങ്കിൽ ഇതുപോലത്തുള്ള തിയേറ്ററുകളിലൊക്കെ പോകാതിരിക്കുക. അത്രമാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ. പിന്നെ വെറുതെ ആ ഫിലിം സൂപ്പർമാൻ എന്ന് പറഞ്ഞ ഫിലിം എനിക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ പണ്ടും ഇതുപോലെയായിരുന്നു. ജുറാസിക് വേൾഡ് അങ്ങനെ എങ്ങാണ്ട് 2017 ആ ഒരു ടൈമിൽ എങ്ങാണ്ട് ഇറങ്ങി. അപ്പം ഇതുപോലൊരു കംപ്ലൈൻറ്റ് ഞാൻ പറഞ്ഞപ്പം ഇല്ല, അത് ഞങ്ങളുടെ കംപ്ലൈൻറ്റ്, അത് പിന്നെ മാറ്റിക്കോളുമെന്ന് പറഞ്ഞു. മാറ്റിയെന്ന് കരുതിയാണ് ഞങ്ങൾ കയറിയത്. പിന്നീട് ഒരു 3D പടത്തിന് ഞാൻ കയറിയില്ലായിരുന്നു. അവിടെ ഒരുപാട് 2D ഫിലിംസൊക്കെ അവിടെ വന്നിട്ടുണ്ട്, അതേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഫ്രാങ്കായിട്ട് വേറൊരു കാര്യങ്ങളോട്ട് പറയണമല്ലോ, ഒരുപാട് നല്ല 2D ഫിലിംസ് ഒന്ന് വരികയാണെങ്കിൽ നല്ല സൗണ്ടും കാര്യങ്ങളുമുള്ള നല്ലൊരു തിയേറ്ററാണ് അത്. പക്ഷെ സ്റ്റാഫൊക്കെ ഇങ്ങനെ പെരുമാറണമെന്നില്ലേ, ഒരിക്കലും ഇത്രയും പറയാനുള്ളൂ, ഒരിക്കലും ഇങ്ങനത്തെ ഉള്ള തിയേറ്ററിലൊന്നും പോകാതിരിക്കുക. അപ്പോൾ ഓക്കെ, ഇറ്റ്സ് മീ ടിനു വർഗീസ് ഫ്രം T Blogs. ഇത്തരം തിയേറ്ററുകളിൽ പോകാതിരിക്കുക എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ 3D ഫിലിംസ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ വലിയ തിയേറ്ററിൽ പോകാം. പക്ഷേ 2D ഫിലിംസൊക്കെ എന്ന് പറഞ്ഞാൽ
നല്ലൊരു ഫ്രാങ്കായിട്ട് തന്നെ പറയുന്നു, നല്ലൊരു തിയേറ്ററാണ് കറ്റാണക്കാനം. നല്ല സൗണ്ട് ക്വാളിറ്റി എല്ലാം ഉണ്ട്. ഏകദേശം 4 തിയേറ്ററുകളും ഉണ്ട് ആ കോംപ്ലക്സിൽ. എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തത് വെച്ചും വലിയ സ്ക്രീൻ അല്ലെങ്കിലും നല്ല രീതിയിൽ ഔട്ട് ടോക്കും കാര്യങ്ങളും ഒക്കെ നൽകുന്ന നല്ലൊരു തിയേറ്ററാണ്. നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യും. പിന്നെ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ആണെങ്കിലും എല്ലായിടത്തും കാണുമല്ലോ നെഗറ്റീവ്. പിന്നെ ഒന്നും പറയാനില്ല, ഈ ഒരു കാര്യമേ പറയാനുള്ളൂ. ശരി.